ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മളിതാ നന്ദി ഹിൽസിലേക്കാണ് പോകുന്നത്. ബാംഗ്ലൂർ നന്ദി ഹിൽസ്. നന്ദി ഹിൽസിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് പറയാനായിട്ട്. ഇതിൻ്റെ മുകളിലെ അമ്പലങ്ങളെക്കുറിച്ചും എല്ലാം ഒരുപാട് പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല. യൂട്യൂബിൽ അനേകായിരം വീഡിയോസ് ഉണ്ടെന്നേ, നിങ്ങൾ ഏതെങ്കിലും എടുത്തൊന്ന് കണ്ടു നോക്കിയാൽ മതി. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ കയറിപ്പോകുന്ന വ്യൂസ്, കാഴ്ചകളിലെ മനോഹാരിത, അങ്ങനെ ഉള്ള കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. നോക്കിക്കോ, റോഡ് നിങ്ങൾ കണ്ടോ. ഇവിടുന്ന് അങ്ങോട്ട് മുകളിൽ വരെ ഞാൻ മൊത്തം വീഡിയോ ഇടുന്നില്ല. കുറച്ച് മുകളിൽ ചെന്ന് ഇവിടുന്ന് ഏകദേശം 5.5 കിലോമീറ്റർ ഉണ്ട് മുകളിലോട്ട് കയറാനായിട്ട്. നമ്മളങ്ങനെ മുകളിലോട്ട് കയറുകയാണ്. നല്ല തണുപ്പായതുകൊണ്ട് തന്നെ എൻ്റെ സൗണ്ട് അല്പം കുറഞ്ഞിട്ടുണ്ട്. നല്ല റൈഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല മനോഹരമായ വ്യൂ അല്ലേ. അങ്ങനെ നല്ല മഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. സൈക്ലിങ് ശരിക്കും സൈക്കിളിൽ വരുന്നവർ ഒരുപാടുണ്ട് കേട്ടോ. നമ്മുടെ പൊന്മുടിയിലൊക്കെ തന്നെ എത്രയോ പേരാണ് ലൈക്ക് ഒരു 200-250 കിലോമീറ്ററൊക്കെ സൈക്കിൾ ചവിട്ടുന്നത്. പക്ഷേ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരുപാട് ദൂരം സൈക്കിൾ ചവിട്ടുന്നതും ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത് എന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക. തണുപ്പ് കൂടി വരുന്നു കേട്ടോ. ഇവനാള് കുരങ്ങന്മാരൊക്കെ അവിടെ ഇവിടെ നടപ്പുണ്ട്. ഞാൻ നേരത്തെ ഒന്ന് നിർത്തിയിരുന്നു മൈക്കെടുത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ. അപ്പം കുരങ്ങിങ് ഓടി വന്നേ. ഈ കുരങ്ങനള്ള് മാന്തി വല്ലതും ചെയ്താലും റാബിസിൻ്റെ ഇഞ്ചക്ഷനൊക്കെ എടുക്കണ്ടേ. അങ്ങനെ നമ്മൾ അതിൻ്റെ എൻട്രൻസ് ആണെന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് നന്ദി ഹിൽസ് വരുന്നത്. ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. നമ്മൾ എത്തി. അങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ടിക്കറ്റ് കൗണ്ടർ അവിടെ ആണെന്നാണ് കണ്ടത്. ജസ്റ്റ് പോയി ടിക്കറ്റ് എടുക്കാം. ഒരു ചെറിയ പ്രശ്നം പറ്റി, എൻ്റെ കയ്യിൽ പൈസ ആയിട്ടില്ല, GPay ആണ്. ഇപ്പം നമുക്ക് നോക്കാം. GPay ഉണ്ടാവും തോന്നുന്നു. ഓൾമോസ്റ്റ് എല്ലായിടത്തും GPay ഉണ്ടല്ലോ ഇപ്പോൾ. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. 2 പേർക്കും കാറിനൂടെ ചേർത്ത് 100 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. ഇതുവഴി മുകളിലേക്കാണ് നടന്നു കയറേണ്ടത്. കുറച്ചധികം നടന്നു കയറാനുണ്ട്. കോട്ടേജ് എടുത്തവരാണെങ്കിൽ കാർ മുകളിൽ വരെ ഓടിച്ച് കൊണ്ടുപോകാം. ഇവിടെ ടിക്കറ്റ് കൊടുക്കണം. ടിക്കറ്റ് കൊടുത്തതിന് ശേഷം അവർ ടിക്കറ്റ് കയറി തരും. ടിക്കറ്റ് കയറിയിട്ട് ഇതുവഴി അകത്തോട്ട് കയറി റൈറ്റ് സൈഡിലൊരു സൺറൈസ് പോയിൻ്റ് ഉണ്ട്. അവിടുന്ന് മുകളിലോട്ട് കയറുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നിങ്ങൾ വായോ. ഇതാണ് ഞാൻ പറഞ്ഞ സൺറൈസ് പോയിന്റ്. നമുക്ക് ആദ്യം ഇങ്ങോട്ട് തന്നെ നടന്നു കയറാമല്ലേ. നട്ടുച്ച സമയമാണേ. ക്ലൈമറ്റ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഫോട്ടോ എടുക്കുന്നവരുടെയൊക്കെ ബഹളമാണ്. അപ്പോൾ അതൊക്കെ മുകളിലോട്ട് നടന്ന് അങ്ങ് കയറുക എന്നുള്ളതാണ്. ഫോണിലെ ചാർജിൻ്റെ അളവ് ഒരു ഇത്തിരി കുറവാണ്. എന്നാലും കുഴപ്പമില്ല. എന്നാലും നമുക്ക് പതുക്കെ കയറിയേക്കാം.
അറിയില്ല, അത്രയ്ക്ക് മഞ്ഞാണ്, പരസ്പരം പോലും കാണാൻ പറ്റാത്ത അത്രയും മഞ്ഞ്. അപ്പം നമ്മൾ മുകളിലോട്ട് കയറുകയാണ്. ഇനിയും കുറച്ചുകൂടെ നടക്കാനുണ്ട്. എൻ്റെ ബ്രീത്തിങ് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി എടുക്കട്ടെ ആദ്യമേ. ഇങ്ങനെ അണയ്ക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും അരോചകമായിരിക്കും, എങ്കിലും ഇത് സഹിച്ചേ പറ്റുള്ളൂ. വോയിസ് ഓവർ കൊടുക്കാം, പക്ഷേ ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഒരു എന്താ പറയുന്ന ഒരു ഹിൽ ഏരിയ അല്ലെങ്കിൽ ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് നമ്മൾ പിന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അത്രയും ഒരു ഇമ്പാക്റ്റ് നമുക്ക് വരുത്താൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഏകദേശം ടോപ്പിലെത്താറായി. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഹോട്ടൽ മയൂര പൈൻ ടോപ്പ് എന്നൊരു ബോർഡ് കണ്ടു. നമുക്ക് ഈ നട്ടുവച്ച സമയമല്ലേ, എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി സെറ്റ് ചെയ്യാം. തണുപ്പ്. അങ്ങനെ നമ്മൾ നടത്തുകൾ അത്ര അക്യുറേറ്റ് അല്ല, അക്യുറേറ്റ് ആണ് ഇൻ ദ സെൻസ്, പക്ഷേ അത് ഒരു ഇൻഫോർമേറ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല. കാര്യം ഇപ്പോൾ ഇത് നോക്കി നടന്ന് വന്നിട്ടാണ് ഞാൻ കണ്ടുപിടിച്ചത്. അപ്പം നമുക്ക് എന്തെങ്കിലും ആഹാരം കഴിച്ചതിന് ശേഷം ഒരുപാട് വിശേഷങ്ങൾ ഇവിടെ കാണാനുണ്ട്. കുറേയൊക്കെ ഞാൻ നോക്കി വെച്ചു. നമുക്ക് ആദ്യം ആഹാരം കഴിക്കുന്നിടത്തേക്ക് പോവാം. ഇവിടെ ആക്ച്വലി ഈ പറയുന്ന ദോശ അതും ഇതൊക്കെ ഉള്ളൂ. ഇപ്പോൾ താഴെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടെന്ന് പറയുന്നു. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം, അവിടെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു. നോക്കല്ലേ, നല്ല ക്ലൈമറ്റ്, അടിപൊളി വ്യൂ. ഈ നടന്നു പോകുന്ന വഴി തന്നെ മനോഹരമായിട്ടുണ്ടല്ലേ. ശരിക്കും ഇതേപോലെയൊക്കെ നമ്മുടെ പൊന്മുടിയും മാറ്റിയെടുക്കണമെന്ന്. ഏത് ലെവലിലാവും നമ്മുടെ നാട്. ഇത് തന്നെ നിങ്ങൾ കാണുന്നില്ലേ, ഏത് ഹോട്ടൽസിലും എല്ലാം വെള്ളത്തിൻ്റെ അടുത്ത് തന്നെ തിരക്ക് കണ്ടില്ലേ. അങ്ങനെ നമ്മൾ മയൂര പൈൻ ടോപ്പ് റെസ്റ്റോറൻറ്റിലെത്തി. ഗവൺമെൻറ് ഓഫ് കർണാടക അണ്ടർടേക്കിംഗ് ആണ്. സോ ദർ ഇസ് നോ നീഡ് ടു വെറി അബൌട്ട് ഇറ്റ്. ഒരു ഗവൺമെൻറ് പ്രോപ്പർട്ടി അല്ലേ, സോ ഇറ്റ്സ് നത്തിങ് ടു വെറി അബൌട്ട്. പക്ഷേ ഗൂഗിൾ പേ വർക്ക് ചെയ്യുമോ എന്നുള്ളതാണ് എൻ്റെ ടെൻഷൻ. നമുക്ക് ചെക്ക് ചെയ്യാം. അങ്ങനെ നമ്മളുടെ ബിരിയാണി കഴിക്കണമെന്നുള്ള ആഗ്രഹം നടന്നില്ല. ബിരിയാണി ഇല്ല. പിന്നെ ബിരിയാണി ലൈക്ക് നോർമൽ ബിരിയാണി, മട്ടൺ, ചിക്കൻ, എഗ്ഗ്, മറ്റേ ബീഫിൻ്റെ കാര്യം ഇവിടെ ആരും പറയുകയേ ചെയ്യരുത് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് ഐറ്റംസ്, ചിക്കൻ്റെ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഓർഡർ ചെയ്തു. കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ഡിഷ്, പൊറോട്ട, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാം ഒന്ന് വരട്ടെ. നമുക്ക് ഇവിടുത്തെ ഈ നന്ദി ഹിൽസിൽ ഇത്രയും ഫീറ്റ് ഹൈറ്റിലിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ എന്താണെന്ന് നോക്കാം അല്ലേ. പൊറോട്ടയാണ്, പക്ഷേ പൊറോട്ട ഇവന്മാർ അടിക്കത്തില്ല. ഈ ഒരുമാരുപെട്ട വലിയ ഹോട്ടൽസിലൊന്നും ചെന്ന് പൊറോട്ട നമ്മുടെ നാട്ടിലെ കൂട്ട് അടിക്കത്തില്ല. ഇത് ആന്ധ്ര ചില്ലി ചിക്കനാണ് സംഭവം. ഫോർക്ക് എടുത്തു എന്നേ ഉള്ളൂ, നല്ല ചൂടാണ്. ഇതിൻ്റെ ഫ്ലേവർ നല്ല ചൂടാണെങ്കിൽ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എരിവുണ്ട്, പെപ്പറിൻ്റെ നല്ല ഒരു കുത്തൽ. ഗുണ്ടൂർ ചിക്കനാണ്. ഗുണ്ടൂർ കർണാടകത്തിൽ തന്നെ അല്ലേ? ആണോ? അല്ലേ? ഗുണ്ടൂർ മുളക് ആന്ധ്ര ചിക്കൻ്റെ കളറ് കണ്ടിട്ട് തന്നെ പേടിയാവുന്നു ഗൈസ്. കാര്യം അത്രയും എരിവായിരിക്കുമെന്ന് തോന്നുന്നു. കളർ കണ്ടോ, കാന്താരി വല്ലതും ആണോ എന്തോ. സൈസാണ് കേട്ടോ, ആന്ധ്ര സെറ്റാണ്. നമുക്ക് ആന്ധ്ര ചിക്കൻ വെച്ച് തന്നെ ഈ ഗീ റൈസ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം.
പൊളി മോനെ, പൊളി പൊളി. ആദ്യം ഇട്ട പാവം പൊറോട്ട കഴിക്കാൻ പറ്റിയില്ല. ചാടിപ്പോയി. പൊറോട്ട കുഴപ്പമില്ലാന്നേ ഉള്ളൂ, നാട്ടിലെ പൊറോട്ടയുടെ അത്രയൊന്നുമില്ല. അപ്പം ഞാനൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. കട്ട്. ഈ കുപ്പിവെള്ളത്തിന് 70 രൂപയുള്ളൂ. പൊട്ടുന്ന കുപ്പിയാണ്, പ്ലാസ്റ്റിക് കുപ്പിയില്ല. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി. മനോഹരമായ ഫുഡായിരുന്നു ശരിക്കും. അതിൽ ആന്ധ്ര ചില്ലി ചിക്കൻ മാത്രം എനിക്ക് അത്ര ബോധിച്ചില്ല. ബാക്കി ഗുണ്ടൂർ ചിക്കനും ഈ പറയുന്ന പിന്നെന്തായിരുന്നു ഹൈദരാബാദി ചിക്കനും എല്ലാം മാരകമായിരുന്നു. ഗീ റൈസ് കിട്ടില്ലായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. ശരിക്കും പ്രകൃതിയുടെ ഒരു വരദാനം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണല്ലേ. എന്ത് സെറിയൻ അറ്റ്മോസ്ഫിയർ, ട്രാൻക്വിലിറ്റിയുടെയൊക്കെ ഒരു ലൈക്ക് എക്സ്റ്റെൻഡ് എന്നൊന്നും പറഞ്ഞാൽ പോരാ, അതിൻ്റെ അപ്മോസ്റ്റ് സ്റ്റേജാണിത്. ഇതല്ലേ വ്യൂ, മനോഹാരിതയുടെ അങ്ങേയറ്റം. ഈ ഒരു വാക്ക് പറഞ്ഞു പറഞ്ഞ് വെറുപ്പിച്ച് കൊല്ലുകയല്ലേ, മനോഹാരിതയുടെ അങ്ങേയറ്റം എന്നൊക്കെ പറഞ്ഞിട്ട്. ഫോട്ടോ എടുപ്പ് കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇവിടെയാണ് നെഹ്റു നിലയ എന്ന് പറയുന്ന സ്ഥലം. ഇതാണ് നെഹ്റു നിലയ. നമ്മുടെ ചാച്ചാജി നിൽക്കുന്ന നിപ്പ് കണ്ടോ. ഓക്കെ ഗൈസ്, അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പം എൻ്റെ നന്ദി ഹിൽസ് വീഡിയോ നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മോർ വീഡിയോസ് വിൽ ബി കമ്മിങ് സോൺ. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ടേക്ക് കെയർ. ബൈ. ലവ് യു ഗൈസ്.